ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എനിക്ക് ഓഫാണ്. ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മൂടലാണ് കേട്ടോ. ഒരു ചൂടും ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നല്ല ഒരു തണുപ്പും ഇടയ്ക്കിടയ്ക്ക് ഒരു കാറ്റൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ വെയിലൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഉച്ചഭക്ഷണം കേട്ടോ. സാധാരണ ഉച്ചഭക്ഷണം, അത് പിന്നെ വീട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അങ്ങനെ ഞാൻ ചോറ് നമ്മുടെ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആയിട്ട് തീയ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് സമയം എടുക്കാൻ ഒന്ന് ആയി വരാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ചൂടിൻ്റെ തീവ്രത അറിയണമെങ്കിൽ നിങ്ങളിത് കണ്ടാൽ മതി കേട്ടോ. ഞാൻ കുറേ നാൾ മുന്നേ മേടിച്ചൊരു ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ, നാട്ടിലത്തെ. അപ്പോൾ അതിന് വെയിലത്ത് വെച്ചു. അതിങ്ങനെ ഉരുകി ഇതുണ്ടോ വെള്ളമായി. ഇനിയിപ്പം ഉപയോഗിച്ച് തീർക്കണം. അതാണ് എൻ്റെ പ്ലാന് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂടലൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. പിള്ളേർ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ അലക്കി മുറ്റത്തിട്ടു കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ വീട്ടിലുള്ള പോലെ നമ്മൾ വീട്ടുപണിയും കാര്യങ്ങളും തിരക്കുകളും ഒക്കെയാണ്. ഒരു ഉച്ച കഴിയണം എല്ലാം ഒന്ന് പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങണമെങ്കിൽ. ഇന്ന് ഞാൻ നമ്മുടെ കറി, ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കറി ഇതാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ വൻപയർ കേട്ടോ, നല്ല വൻപയർ കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി വൻപയർ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട്. വൻപയർ കഴിക്കുമ്പോഴത്തേക്കും ഒരു എന്നാ പറയണ്ട, നമ്മുടെ നാടിൻ്റെ ഒരു മണം ഒരു രുചിയും കാര്യങ്ങളൊക്കെ വരുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല തേങ്ങയും ഒക്കെ ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം കഴുകി ഇതുണ്ടോ, നല്ല ക്ലീനായിട്ടുണ്ട്. നമുക്കൊന്ന് കുക്കറിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതുണ്ടല്ലോ, ഇന്നലെ ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ്. ഇത് ഓൾറെഡി ഇതുണ്ടോ നന്നായിട്ട് ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. എങ്കിലും ഒരു 2 പ്രാവശ്യം അടിച്ചാൽ മതി. ഒത്തിരി ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ അളിഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചില നാടുകളിൽ വേറെ, ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ചില നാട്ടിലൊക്കെ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് ഞാൻ കുക്കറി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ലൊരു ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്ന വൻപയർ കേട്ടോ. അപ്പോൾ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. പിന്നെ ചിലവർ പറയും ഗ്യാസാണ്, ഇതാണെന്നൊക്കെ പറയും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇത് ഞാൻ കുക്കറി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ കൂടെയല്ല, പിന്നെ അത് ഒരു തോരനാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ബീഫല്ല പോർക്ക് കറിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ വൻപയർ ഞാൻ ഏകദേശം ഒന്ന് കുക്കറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിനകത്ത് നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ആഡ് ചെയ്ത് ഇടണം. അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പോർക്ക് ഇതാണ്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കുക്കറിൽ നിന്ന് വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്കറിലൊന്ന് അടിച്ചതിന് ശേഷമാണ് ഞാൻ തക്കാളിയും സവോളയൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു പാനിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. പിന്നെ അതിനകത്തോട്ട് ഞാൻ നമ്മുടെ സവാളയും തക്കാളിയും പിന്നെ എന്താണ് ഇഞ്ചി തീർന്നു പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ, നമ്മുടെ വൻപയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ തേങ്ങ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും സമയമില്ല കേട്ടോ. നമുക്കിതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാര്യം വിശദീകരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം ഒത്തിരി ലേറ്റായി പോകും കേട്ടോ. അതുകൊണ്ടാണേ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതങ്ങ് വഴന്നു വന്നുള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ചിലവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്യും. പക്ഷെ ഞാൻ എല്ലാം കൂടെ അങ്ങ് ഒന്നിച്ചാണ് ഇട്ടത്. പിന്നെ നമ്മുടെ കറിവേപ്പില, ഇതൊരു 1.5 വലിയ കറിവേപ്പിലായിപ്പോയി.
എന്താണേലും ഇതങ്ങ് ഇട്ടേക്കാം മൊത്തം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വൻപയർ തോരൻ നന്നായിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചു നോക്കി. പിന്നെ ഞാൻ ഇച്ചിരി നമ്മുടെ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ ടേസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും സെറ്റായി കേട്ടോ. അപ്പോൾ ഇത് സെറ്റ്. നമ്മുടെ ചോറ് ഉണ്ടോ, ചോറ് സെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി സമയം കുറച്ച് കുറവായതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാത്തത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇതിനകത്ത് മസാലകൾ ഓൾറെഡി ആഡ് ചെയ്തു കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ നമ്മുടെ മീറ്റ് മസാല, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. ഇതൊന്ന് നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിരിക്കുകയാണ്. അതിന് ശേഷം എന്താണ്ട് അതിന് മുന്നേ ഞാൻ നന്നായിട്ട് നമ്മുടെ കുക്കറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുക്കറിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കുക്കറിൽ അടിക്കുമ്പം. ഇതൊന്ന് ശരിക്കും ഒന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതങ്ങോട്ട് ആഡ് ചെയ്യാം, നമ്മുടെ പോർക്ക്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ പോർക്ക് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനിയിപ്പം ഇത്രയും വെള്ളം മതി. ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കടൽ പോലെ വെള്ളമായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഇതിന് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഫ്രൈ ആക്കാം. പക്ഷേ അതിനുള്ള സമയമില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ കുറച്ച് വൈകുന്നേരം ഉണ്ടാക്കും. അപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുവേ. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് കഴിച്ച് നോക്കി കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം.